ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക നീക്കങ്ങൾ. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും ചോദ്യം ചെയ്യുകയാണ്. തിരുവാഭരണ കമ്മീഷണർ റിജിലാലും മരാമത്ത് ജീവനക്കാരൻ കൃഷ്ണകുമാറും SIT ഓഫീസിലുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇന്ന് രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അലക്സ്, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണോ SIT? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നീക്കങ്ങളിലേക്ക് SIT സംഘം കടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് ഈ 98-ൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, സുപ്രധാന രേഖകൾ ഇന്ന് SIT സംഘം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഈ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇഞ്ചക്കൽ ഓഫീസിൽ വൈകിട്ട് വാസുദേവനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ കാണാതായ പീഠം സൂക്ഷിച്ചത് വാസുദേവനായിരുന്നു. ഒപ്പം വാതിലിന്റെയും കട്ടിളയുടെയും സ്പോൺസർമാരുടെ പട്ടികയിലും വാസുദേവനുണ്ട്. വാസുദേവൻ നേരത്തെ തന്നെ SITയുടെ നോട്ടപ്പട്ടികയിലുണ്ട്. വാസുദേവനെ ഇന്ന് വിളിച്ചു വരുത്തി ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദ്വാരപാലക പാളികൾ വാസുദേവന്റെ വീടിനടുത്ത് ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരെ, വാസുദേവനെ കൂടാതെ ചില ദേവസ്വം ഉദ്യോഗസ്ഥരെയും SIT സംഘം SIT ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണർ റിജിലാൽ SITക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. റിജിലാലുമായും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഈ വർഷം ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് റിജിലാലായിരുന്നു. അതിനാൽ സുപ്രധാനമായ ചില വിവരങ്ങൾ റിജിലാലിൽ നിന്ന് ലഭിക്കുമെന്ന് SIT സംഘം കണക്ക് കൂട്ടുന്നുണ്ട്. മരാമത്ത് ജീവനക്കാരൻ കൃഷ്ണകുമാറിനെയും SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ എത്തിയത് ദേവസ്വം രേഖകളുമായി എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ള, ജുഡീഷ്യൽ കസ്റ്റഡിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം മുരാരി ബാബു അടക്കമുള്ളവരുണ്ട്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഒരുപക്ഷെ നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവരുടെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും പൂർത്തിയായതിനു ശേഷം അടുത്ത നടപടികളിലേക്ക്, കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുന്ന കാര്യം SIT ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. SIT കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടോ എന്ന സംശയമാണ് വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ പ്രഖ്യാപിക്കും. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല എന്ന് വിമർശനങ്ങൾക്ക് മന്ത്രി MB രാജേഷിന്റെ മറുപടി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. സർക്കാർ പ്രഖ്യാപനത്തിൽ സംശയങ്ങൾ ഉന്നയിച്ച RVG മേനോനും ഡോക്ടർ MA ഉമ്മനും ഉൾപ്പെടെയുള്ള വിദഗ്ധർക്ക് മന്ത്രി MB രാജേഷാണ് മറുപടി പറഞ്ഞത്. ഈ ചോദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിയതിൻ്റെ സാങ്കത്യം എന്താണ് എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇത്രയും അവസരം ഉണ്ടായിരുന്നു. സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഈ 4 വർഷത്തിനിടയിൽ ഈ ചോദ്യങ്ങൾ ഉയർത്താമായിരുന്നു, അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാമായിരുന്നു, വിമർശനങ്ങളുമാകാമായിരുന്നു. അത് പരിഗണിക്കാനും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കള്ളക്കണക്കുകൾ അവതരിപ്പിച്ച് അതിദാരിദ്ര്യമുക്തമെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് സർക്കാരെന്നും പുറത്തുവന്ന കണക്കുകൾ ചോദ്യം ചെയ്ത VD സതീശൻ. CPMന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നതിനെ മന്ത്രി P രാജീവ് ചോദ്യം ചെയ്തു. കേരളത്തെ അപമാനിക്കാനാണോ VD സതീശൻ ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടെ ചോദ്യം. ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റായ സമീപനമാണ്. എല്ലാ വിവരങ്ങളും ഇത്രയും നാൾ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനമാണ്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ മന്ത്രിമാർക്കോ ഗവൺമെന്റിനോ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ലൊരു പങ്കും UDF കൂടി ഭരിക്കുമ്പോഴാണ് അവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ നേട്ടം എന്നുള്ളത്. AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദത്തെ പരിഹാസത്തോടെയാണ് ധനമന്ത്രി നേരിട്ടത്. ഇങ്ങനെ ഒരു പദ്ധതി UDF എപ്പോഴാണ് നടപ്പിലാക്കിയതെന്ന് ധനമന്ത്രിയുടെ ചോദ്യം. ശ്രീ AK ആന്റണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യമായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്തായാലും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്ന് നമുക്കറിയാമല്ലോ. ഇനി കുറച്ച് 10 വർഷം കഴിയുമ്പോൾ
ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രി നാളെ നിയമസഭയിലാണ്. വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും ഉൾപ്പെടെ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ നടൻ പ്രേംകുമാറിന് അതൃപ്തി. മുൻകൂട്ടി അറിയിക്കാതെയാണ് പ്രേംകുമാറിനെ മാറ്റിയത്. റസൂൽ പൂക്കുട്ടി അക്കാദമി ചെയർമാനായി നിയമിച്ചു. 24 ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. ഒരിക്കൽ കൂടി അലക്സ്, ഇതിൽ പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ പ്രേംകുമാർ പോയേക്കുമോ? അദ്ദേഹത്തിന്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ ബന്ധപ്പെട്ടവരെ, വകുപ്പ് മന്ത്രിയൊക്കെ? വിജയകുമാർ, പ്രേംകുമാർ പരസ്യ പ്രതികരണത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്താണെങ്കിലും വലിയ അതൃപ്തിയിലാണ് പ്രേംകുമാർ എന്ന അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെയും വൈസ് ചെയർപേഴ്സണായി കുക്കു പരമേശ്വരനെയും സാംസ്കാരിക വകുപ്പ് നിയമിച്ചു. നിലവിലുള്ള അക്കാദമി ഭരണസമിതിയിൽ നിന്ന് പുതിയ സമിതിയിൽ അംഗങ്ങളായത് 3 പേർ മാത്രമാണ്. കുക്കു പരമേശ്വരനെ കൂടാതെ എൻ അരുൺ, സന്തോഷ് കീഴാറ്റൂർ എന്നിവരാണ് പുതിയ ഭരണസമിതിയിലും തുടരുന്നത്. ഭരണസമിതിയിൽ തന്നെ എവിടെയും പരിഗണിക്കാത്തതിൽ വലിയ അതൃപ്തി പ്രേംകുമാറിനുണ്ട്. അതുമാത്രമല്ല, ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യം പ്രേംകുമാറുമായി ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ അതൃപ്തിക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് CPIM-ന് പ്രേംകുമാർ അനഭിമതനായി മാറിയതാണ് അദ്ദേഹത്തിന്റെ ഈ പുറത്തുപോക്കിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണങ്ങളായി പറയുന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ പരിപാടിയിൽ പ്രേംകുമാറിനെ ക്ഷണിച്ചിട്ടും പ്രേംകുമാർ പങ്കെടുത്തിരുന്നില്ല. അതുമാത്രമല്ല, ഡിസംബറിൽ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ ആലോചനാ യോഗത്തിൽ പ്രേംകുമാർ ആശാസമരം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ പ്രസംഗിക്കുകയും ചെയ്തു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത പരിപാടിയിലാണ് ആശാസമരം ഒത്തുതീർത്തില്ലെങ്കിൽ നാണക്കേടാകുമെന്ന് പ്രേംകുമാർ പറഞ്ഞത്. ഒപ്പം ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയായ V അജോയുമായും പ്രേംകുമാറിന് അസാരസ്യങ്ങൾ ഉണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇക്കാരണങ്ങളെല്ലാമാണ് പ്രേംകുമാർ അക്കാദമിയിൽ നിന്ന് പുറത്താകുന്നതിൽ കലാശിച്ചതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ലഭിക്കുന്ന വിവരം. എന്നാൽ പ്രേംകുമാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പുതിയ ഭരണസമിതിയിൽ നിഖില വിമൽ, സുധീർ കരമന, ശ്യാം പുഷ്കരൻ, അമൽ നീരദ്, സിത്താര കൃഷ്ണകുമാർ, സാജു നവോദയ തുടങ്ങിയവർ പുതിയ അക്കാദമി ഭരണസമിതിയിൽ അംഗങ്ങളാണ്. വിജയകുമാർ, മുൻകൂട്ടി അറിയിക്കാതെ നീക്കി എന്നതടക്കം വലിയ പരാതി പ്രേംകുമാറിനുണ്ട്. അത് അദ്ദേഹം ഏതെങ്കിലും ഫോറത്തിൽ ഉന്നയിക്കുമോ, വകുപ്പ് മന്ത്രി അറിയിക്കുമോ, മാധ്യമങ്ങളോട് പറയുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം അസ്വസ്ഥനാണ് എന്ന വിവരമാണ് വരുന്നത്. കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറരുതെന്ന് കേന്ദ്ര സർക്കാർ. കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞു എന്നാണ് സൂചന. അതേസമയം PM ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ചേർന്ന ഉടൻ SSK ഫണ്ട് 320 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ബുധനാഴ്ച പണം അനുവദിക്കാമെന്നായിരുന്നു അറിയിപ്പ്. പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ടു പോയി എന്നാണ് വിവരം. ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IAS-ഉമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ നിർദ്ദേശം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട, അത് നടക്കില്ല. ഒരു പ്രശ്നമില്ല. നമ്മളൊരു വീടാകുമ്പോൾ പിന്നെ ചട്ടിയും കലവും നാട്ടുപ്രദേശത്ത് പറയല്ലേ, തട്ടിയും മുട്ടിയും കിടക്കൊന്നുമില്ല, ആരോഗ്യത്തിൽ കണ്ടാൽ മതി. പദ്ധതി മരവിപ്പിക്കുവാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. I don't have that information. I came to know Kerala government in principle agreed to join PM3. We all are happy to know that Kerala government is joining PM3 school movement. I don't know about any dilemma of Kerala government. അതേസമയം PM ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. CPI മുന്നണി വിടാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിലെ പരിപാടിക്ക് പോയതിൽ നേതൃത്വത്തിന് അതൃപ്തിയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ആ ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെന്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്, നന്നായി പര്യവസാനിച്ചത് എല്ലാവർക്കും നല്ലത്. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമരപ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാ തലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ല എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം.
ഫെബ്രുവരി 10-നാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ഏകദേശം 265 ദിവസം ഇന്ന് തികഞ്ഞു. നാളെ 266-ാം ദിവസം തികയുമ്പോഴാണ് ഈ സമരം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത്. താൽക്കാലികമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നാളെ സമര പ്രതിജ്ഞാ റാലിയോട് കൂടിയാണ് ആശാപ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പൈസ പോലും വർദ്ധിപ്പിച്ച് തരില്ല എന്നല്ലേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സംസ്ഥാനമല്ല തരേണ്ടുന്നത്, കേന്ദ്രമാണ് തരേണ്ടുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടി തെരുവിൽ 8.5 മാസം നിന്ന് പോരാടി നേടിയ വിജയം തന്നെയാണ് ഈ 1000 രൂപ എന്നുള്ള വർധനവ്. കാരണം സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് ഈ 1000 രൂപയുടെ വർധനവാണെങ്കിൽ ആ വർധനവിലൂടെ സ്ഥാപിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് സമരഫലമായിട്ടാണ് എന്നുള്ളതാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സമരം ചെയ്തത് കൊണ്ടല്ല 1000 രൂപ കൂട്ടിയത് എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. അതേസമയം സമരത്തിൽ നിന്ന് ആശാപ്രവർത്തകർ പിന്തിരിയുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളതും മന്ത്രി പ്രതികരണമായി തന്നെ നൽകി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ രീതികളിൽ സമരം തുടരുമെന്നും സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അറിയിച്ചു. നാളെ രാവിലെ 10 മണിയോടെ സമരപ്രതിജ്ഞാ റാലിയോട് കൂടിയാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യും. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. RSSനെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ പല ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണം BJPയും RSSുമാണെന്ന് ഖാർഗെ ആരോപിച്ചു. NCERT പാഠപുസ്തകങ്ങളിൽ ചരിത്രവും സത്യവും മൂടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും ആരോപണം. അതേസമയം ഖാർഗെക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. RSSനെതിരെ വിഷം വമിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് BJPയുടെ മറുപടി. വീണ്ടും RSSനെ ചൊല്ലിയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കം. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം RSS എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വിമർശനം. സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് മറന്നുവെന്ന് പറയാൻ സംഘപരിവാറിന് അവകാശമില്ലെന്നും ഖാർഗെ. वल्लभ पटेल जो चीजें हमारे सामने रखी है, अगर उसको मर्यादा प्रधानमंत्री देते हैं. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് RSSൽ സജീവ അംഗങ്ങളാകാനുള്ള വിലക്ക് വല്ലഭായ് പട്ടേലിന്റെ കാലത്താണ് കൊണ്ടുവന്നതെന്നും എന്നാൽ മോദി സർക്കാരാണ് അത് എടുത്തു കളഞ്ഞതെന്നും ഖാർഗെ ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷന് മറുപടിയുമായി BJP രംഗത്തെത്തി. കോൺഗ്രസ് 50 വർഷത്തിലേറെയായി പട്ടേലിനെ അവഗണിച്ചു. കലാപകാരികൾക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുമാണ് BJPയുടെ വിമർശനം. 24, ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം റിപ്പോർട്ട് ചെയ്തു എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്ന 12ാമത്തെ മരണമാണ് ഇന്നത്തേത്. രോഗബാധ റിപ്പോർട്ട് ചെയ്തത് 65 പേർക്കാണ്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത 2 കേസുകൾ. അപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മാസം 12 മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.